സമരം മാറ്റി സെക്രട്ടേറിയറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന രാവും പകലും അവിടെ കിടന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി. ഇവിടെ 52 ദിവസം കിടന്നിട്ട് ഒരിക്കലും തിരിഞ്ഞു നോക്കുന്നില്ല. അവിടെ പോയി കിടക്കും. അവിടെ നമ്മുടെ സ്ഥിരാകേന്ദ്രം വളയും. ഞങ്ങൾ വളഞ്ഞത് തന്നെ. മുക്കൂരങ്ങനെ വെടിയിട ഒച്ച കേട്ടെന്ന് ഓടുന്നവരല്ല, തോക്ക് കണ്ട് പേടിക്കുന്നവരല്ല, ലാത്തി കണ്ടും പേടിക്കുന്നവരല്ല. ഞങ്ങൾ വന്ന ഒരു വരുവേ അപ്പൊ പറയുന്നത് നിങ്ങൾ നേരത്തെ പറയാത്തത് വരുമെന്ന്. അപ്പൊ ഞങ്ങളെല്ലാം ശരിയാക്കി വെക്കായിരുന്നല്ലോ. നീയൊക്കെ ശരിയാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ശരിയാക്കും. ഞങ്ങളുടെ ക്ഷമ പരിശോധിച്ചിരിക്കുക. നീ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ഞങ്ങളെ പുറത്തു ആക്കിയിട്ട് അവൻ അകത്തും ഇരിക്കുന്നു. ഇനി ഞങ്ങൾ കയറിയിട്ട് നിന്നെ കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള സമയം അതിക്രമിച്ചു പോയി. ഇവിടെ ഇപ്പം എല്ലാവരും സമ്മതിച്ചു. എല്ലാവരും പറയുന്നു മത്സ്യത്തൊഴിലാളിയുടെ കണ്ണുനീര് കാണണം. അത് ഏത് പാർട്ടിയായിരുന്നാലും പറയുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. നിവൃത്തിയില്ല. ഇത്രയും കേരളം പുരോഗമിക്കുമ്പോൾ ഇത്രയും താഴ്ചയിൽ പോട്ടുന്ന ഒരു ജനവിഭാഗവും ഇല്ല. അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരാളൊഴികെ എല്ലാവരും ചെയ്യണമെന്ന് പറയുന്നു. ഒരാൾ ധാർഷ്ട്യം കുറയ്ക്കും. ഞങ്ങൾ ധാർഷ്ട്യം. ഒരാൾ മാത്രം ഇപ്പൊ പറയുന്ന ഇല്ല, പറ്റത്തില്ല, സബ്സിഡി കൊടുക്കത്തില്ല, അത് ചെയ്യത്തില്ല. നമുക്ക് പറയുന്നു, ഞാൻ ഈ കൂടെ ഭരിക്കുന്ന കേരള കോൺഗ്രസും CPI എല്ലാവരും പറഞ്ഞു ഞങ്ങൾ കൂടെ ഉണ്ടെച്ചാൽ, ഞാൻ നേതാക്കന്മാരെയൊക്കെ വിളിച്ചു, ഞങ്ങൾ കൂടെ ഉണ്ടെച്ചാൽ ധൈര്യമായിട്ടിരിക്കുക. ഇനി കൂടെ ഇല്ലാത്ത ആരെന്ന് കണ്ടെത്തണം. ഇവരൊക്കെ ചോദിക്കുമ്പോൾ കൂടെ ഉണ്ടെന്ന് പറയുന്നു. ഇത് കൂടെ ഇല്ലാത്ത ആളെ കണ്ടെത്തണം നമ്മൾ.